ഇന്ത്യ പാകിസ്ഥാൻ ചാമ്പ്യൻസ് പോരിന്റെ ആവേശത്തിൽ ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2:30 മുതലാണ് മത്സരം. ജയിച്ചാൽ ഇന്ത്യ ആദ്യ റൗണ്ട് പ്രവേശനം ഉറപ്പാക്കും. അതേസമയം പാകിസ്ഥാന് സെമി പ്രതീക്ഷ നിലനിർത്താൻ ഇന്ന് ജയം അനിവാര്യമാണ്. मैच है, हाई वोल्टेज मैच है और ये मुकाबला हाई प्रेशर है और टीम इंडिया इस परफॉर्मेंस को बेटर करके ये मैच जरूर जीतेगी और टूर्नामेंट में पाकिस्तान को बाहर करेगी. लेकिन मुकाबला टक्कर का होना चाहिए और ये टक्कर का मुकाबला जरूर होगा और इंडिया इसमें विन करेगी. रोहित शर्मा, शुभमन गिल, विराट कोहली टीम നമ്മളെല്ലാരും ഫുൾ ആവേശത്തിലാണ്. ഇന്ന് ഇന്ത്യ ജയിക്കും. വിവരങ്ങളുമായി ദുബായിൽ നിന്ന് ഷിൻ സെബാസ്റ്റ്യൻ ചേർന്നുണ്ട്. ഷിൻസ, ടോസ് കഴിഞ്ഞിരിക്കുകയാണ്. പാകിസ്ഥാന് ബാറ്റിംഗ്. ഒരുപക്ഷെ വളരെ വലിയൊരു ആവേശത്തിലാണ് കായിക പ്രേമികൾ ഉള്ളത്. ഇപ്പോൾ വളരെ ആവേശമാണ്. ഗാലറി നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ടോസ് ഇട്ടിരിക്കുകയാണ്. അത് നമ്മുടെ കൂടെ കുറെ പേർ കളി കാണാൻ ആൾക്കാർ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂടെ 10 മലയാളികളുണ്ട്. ആര് ജയിക്കാൻ? എന്താണ് ജയിക്കാൻ വേണ്ടി കാണുമല്ലോ വന്നിട്ടുള്ളത്. വെറും 15 റൺസ് എടുത്താൽ ക്വിക്കസ്റ്റ് 14,000 റൺസ്. എല്ലാരും പോയി കംബാക്കിന് വേണ്ടി നിൽക്കുന്നു. അപ്പൊ നമ്മൾ ഇന്ന് ജയിക്കും. ഇന്ത്യ ജയിക്കും. എല്ലാവരും ആവേശത്താണ്. മലയാളികൾ അടക്കമുള്ള ആൾക്കാർ സ്റ്റേഡിയത്തിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ജയിക്കുമെന്ന് ഉറച്ച വിശ്വാസത്തിലാണ്. അതായത് ബംഗ്ലാദേശിനെ തോൽപ്പിച്ച് വിജയ് കുറിപ്പ് തുടങ്ങിയ ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ച് സെമിയിലേക്ക് കിടക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ഇവിടെ കളി കാണാൻ എത്തിയിരിക്കുന്ന ഓരോ ആരാധകരും. മലയാളികൾ അടക്കമുള്ള നിരവധി ആൾക്കാർ എത്തിയിട്ടുണ്ട്. ഏവരും ഇന്ത്യക്ക് ചേർത്ത് ഇന്ത്യ ഗ്രൗണ്ടിൽ സപ്പോർട്ട് കൊടുക്കാനായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്റ്റേഡിയം 25,000-ഓളം പേരെ കൊള്ളുന്ന സ്റ്റേഡിയം നിറഞ്ഞു കവിയുന്നുണ്ട്. അതിൽ ഭൂരിഭാഗവും ഇന്ത്യൻ ആരാധകരാണ്. ഒരു നീലക്കടലാണ്. നമ്മളിവിടെ നിൽക്കി പുറത്തേക്ക് അറിയാം. ഇങ്ങോട്ട് എത്തുന്നതിൽ ഇന്ത്യൻ ടീമിന്റെ ജേഴ്സിയാണ് ഞാൻ. നീലക്കടലായാണ് ആൾക്കാർ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. കനത്ത ചൂടിനെ വകവെക്കാതെ അത് ക്രിക്കറ്റാണ് ഏറ്റവും വലിയ ആവേശമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഓരോ ആരാധകർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭാരത് മാതാ കീ ജയ് എന്ന് വിളിച്ചുകൊണ്ട് എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഷിൻസ തുടരുക. ഇപ്പോൾ സ്പോർട്സ് ഡെസ്കിൽ നിന്നും നിഖിൽ കുമാർ കൂടി ചേർന്നുണ്ട്. നിഖിൽ, ടോസ് കഴിഞ്ഞിരിക്കുന്നു. പാകിസ്ഥാൻ ബാറ്റിംഗ് നേടിയിരിക്കുകയാണ്. ഒരുപക്ഷെ ഇനി എത്രത്തോളം ആ ഒരു വിജയ പ്രതീക്ഷയൊക്കെ എങ്ങനെയാണ്? വിഷ്ണു, ടോസ് എന്തായാലും നിർണായകമായൊരു മത്സരം തന്നെയാണ്. കാരണം ബംഗ്ലാദേശിനെതിരെ ഉപയോഗിച്ച പിച്ച് അത് പുതിയ പിച്ചായിരുന്നെങ്കിൽ ഇന്നത്തെ മത്സരത്തിന് ഉപയോഗിക്കുന്ന പിച്ച് അത് 2 വട്ടം ഇതിനു മുൻപ് ഉപയോഗിച്ച ഒരു പിച്ചാണ്. അതുകൊണ്ട് തന്നെ ടോസ് വളരെ നിർണായകമായൊരു മത്സരം തന്നെയാണിത്. കാരണം ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമിന് എപ്പോഴും മുൻഗണന ലഭിക്കുന്ന അല്ലെങ്കിൽ മുൻതൂക്കം ലഭിക്കുന്ന ഒരു പിച്ച് തന്നെയാണ് ദുബായിലെ ഇന്ന് ഈ ഒരു മത്സരം നടക്കുന്ന ഈ ഒരു പിച്ച്. അതായത് ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമിന് ടോസ് വളരെയധികം നിർണായകമാണ്. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുക്കുന്ന ടീമിന് വളരെയധികം അനുകൂലിക്കുന്ന ഒരു പിച്ച് തന്നെയാണിത്. കാരണം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പിച്ചിൻ്റെ സ്വഭാവം മാറും എന്ന് തന്നെയാണ് ക്രിക്കറ്റ് നിരീക്ഷകർ അടക്കം വിലയിരുത്തിക്കൊണ്ടിരുന്നത്. എന്തായാലും ടോസ് ഇപ്പോൾ പാകിസ്ഥാൻ അനുകൂലമായി വീണിരിക്കുന്നു. ടോസ് നേടിയ പാകിസ്ഥാൻ ബാറ്റിംഗ് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. പാകിസ്ഥാൻ ടീമിൽ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അതായത് പരിക്കേറ്റ ഫഖർ സമാന് പകരമായി ഇമാം ഉൽ ഹക്ക് ടീമിലേക്ക് എത്തിയിട്ടുണ്ട്. ആ ഒരു മാറ്റം മാത്രമാണ് എന്തായാലും പാകിസ്ഥാൻ ടീമിൽ ഉള്ളത്. ഒപ്പം ഇന്ത്യൻ സൈഡിലേക്ക് വന്നാൽ ഇന്ത്യൻ ടീമിൽ ഒരു മാറ്റവുമില്ല. കഴിഞ്ഞ മത്സരത്തിൽ കളിച്ച അതേ പ്ലേയിങ് 11 തന്നെയാണ് ഇന്ത്യ കളിക്കുന്നത്. ഒപ്പം നായകൻ രോഹിത് ശർമ്മ പറഞ്ഞത് ടോസ് എന്തായാലും നിർണായകമാണ് എന്ന കമന്റേറ്ററുടെ ചോദ്യത്തിന് തങ്ങൾ അത് കാര്യമാക്കുന്നില്ല, തങ്ങൾ എന്തായാലും കളിക്കാനാണ് ഇറങ്ങിയത്, ടോസ് നമ്മൾക്കൊരു വിഷയമല്ല എന്ന് തന്നെയാണ് രോഹിത് ശർമ്മ മറുപടിയായി പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ ടോസ് നേടിയ പാകിസ്ഥാൻ ബാറ്റിംഗ് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇനി അല്പസമയത്തിനുള്ളിൽ ഇപ്പോൾ 2:30 മത്സരം ആരംഭിക്കും. ഇന്ത്യൻ സൈഡിലേക്ക് വന്നാൽ അത് നമുക്ക് പ്ലേയിങ് 11 പരിശോധിച്ചാൽ പാകിസ്ഥാൻ പ്ലേയിങ് 11-ൽ മുഹമ്മദ് റിസ്വാൻ, സൗദ് ഷക്കീൽ, ബാബർ അസം, ഒപ്പം ഇമാം ഉൽ ഹക്ക് ടീമിലേക്ക് മടങ്ങി എത്തിയിട്ടുണ്ട്. പരിക്കേറ്റ ഫഖർ സമാന് പകരമായി ഇമാം ഉൽ ഹക്ക് ടീമിലേക്ക് എത്തിയിട്ടുണ്ട്. ആഗാ സൽമാൻ, മുഹമ്മദ് തയ്യബ് താഹിർ, കുസൈൽ ഷാ, ഷഹീൻ അഫ്രീദി, നസീം ഷാ, ഹാരിസ് റൌഫ്, അബ്രാർ അഹമ്മദ് എന്നതാണ് പാകിസ്ഥാൻ്റെ ഒരു പ്ലേയിങ് 11. ഇന്ത്യൻ ടീമിലേക്ക് വന്നാൽ ഇന്ത്യ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. കഴിഞ്ഞ മത്സരത്തിൽ കളിച്ച അതേ പ്ലേയിങ് 11 തന്നെ. രോഹിത് ശർമ്മ, ശുഭ്മാൻ ഗിൽ, വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, അക്ഷർ പട്ടേൽ, KL രാഹുൽ, ഹാർദിക് പാണ്ഡ്യ, രവീന്ദ്ര ജഡേജ, ഹർഷിത് റാണ, മുഹമ്മദ് ഷമി, കുൽദീപ് യാദവ്. അതായത് കഴിഞ്ഞ മത്സരം കളിച്ച ബംഗ്ലാദേശിനെതിരെ വിജയിച്ച ആ ഒരു 11 അങ്ങനെ തന്നെ എന്തായാലും ഇന്ത്യ നിലനിർത്തിയിട്ടുണ്ട്. ടീമിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. അല്പസമയത്തിനുള്ളിൽ തന്നെ മത്സരം എന്തായാലും ആരംഭിക്കും. കാണികളൊക്കെ ഷിൻസ് നേരത്തെ പറഞ്ഞ പോലെ വളരെ വലിയ ആവശ്യത്തിൽ തന്നെയാണ് കാണികളൊക്കെ ഉള്ളത്. നമ്മളും വലിയ ആവശ്യത്തിൽ തന്നെയാണ് ഈ ഒരു മത്സരത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ന് വിജയിച്ച് സെമി ബെർത്ത് അനായാസം ഉറപ്പിക്കുക, വളരെ ഫ്രീ ആയി
യാതൊരു ടെൻഷനും ഇല്ലാതെ പ്രഷർ ഇല്ലാതെ ന്യൂസിലാൻഡിനെതിരായ അടുത്ത മത്സരം കളിക്കുക എന്നതാണ് ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഇന്ത്യയുടെ മുമ്പിലുള്ള പ്രധാന ദൗത്യം. മറുവശത്ത് പാകിസ്ഥാനിലേക്ക് വന്നാൽ ആദ്യ മത്സരം ന്യൂസിലാൻഡിനെതിരെ വളരെ വലിയൊരു ഏറ്റ പരാജയം, അത് വലിയൊരു പരാജയം തന്നെയായിരുന്നു. അതും സ്വന്തം കാണികൾക്ക് മുന്നിൽ ഏറ്റ പരാജയം. ആദ്യ മത്സരത്തിൽ, അതായത് സ്വന്തം നാട്ടിൽ നടക്കുന്ന, പൂർണ്ണമായും സ്വന്തം നാട്ടിൽ നടക്കുന്ന ഒരു ചാമ്പ്യൻസ് ട്രോഫിയിൽ അതിൽ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ തന്നെ ന്യൂസിലാൻഡിനോട് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്ന പാകിസ്ഥാൻ ആ നാണക്കേടിൽ നിന്ന് കരകയറാൻ ഇന്ത്യക്കെതിരെ ഒരു ജയം, അതിനുവേണ്ടിയാണ് പാകിസ്ഥാൻ ഇറങ്ങുന്നത്. ഒപ്പം തന്നെ ഈ ഒരു ചാമ്പ്യൻസ് ട്രോഫിയിൽ ആദ്യം തന്നെ പുറത്താകുന്ന ഒരു ടീം ആവാതിരിക്കാൻ തങ്ങളുടെ നാട്ടിൽ നടക്കുന്ന ഒരു ചാമ്പ്യൻസ് ട്രോഫിയിൽ സെമി പോലും കാണാതെ പുറത്താവാതിരിക്കാൻ ഇന്ന് വിജയം അനിവാര്യമാണ്. അതിൻ്റെ എല്ലാ പ്രഷറും എന്തായാലും പാകിസ്ഥാൻ ടീമിലുണ്ട്. ഇന്ത്യയിലേക്ക് വന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ പ്രഷർ ഇല്ലാതെ യാതൊരുവിധ സമ്മർദ്ദങ്ങളും ഇല്ലാതെയാണ് ഇന്ത്യൻ ടീം എന്തായാലും ഇന്ന് കളിക്കാൻ ഇറങ്ങുന്നത്. വിഷ്ണു. യെസ്, സ്പോർട്സ് ഡെസ്കിൽ നിന്നും നിഖിൽ കുമാർ, ദുബായിൽ നിന്ന് അശ്വിൻ സെബാസ്റ്റ്യൻ എന്നിവരാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.